ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. 87 സെക്യൂരിറ്റി മാമ ഒരു മിനിറ്റ്. 87 87 14 14 22 22 69 69 83 83 എന്ന നമ്പറിൽ ആ കോണ്ടാക്റ്റ് ചെയ്യുക. അത് എന്നെ പ്രണയിക്കാൻ താല്പര്യമുള്ളവർ എന്തോന്നട ഇത്? അത് എന്നെ പ്രണയിക്കാൻ താല്പര്യമുള്ളവർ പ്രേമമോ? ഗൈസ്, ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ പോയി ഇപ്പം ഫേസ്ബുക്ക് അമ്മാവന്മാരെ കയ്യിലാണെന്ന്. എന്തായാലും നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. മാമൻ എന്തായാലും നല്ലൊരു കുട്ടിയെ കിട്ടട്ടെന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. ഇൻ കേസ് മാമന് ഈ ഒരു വഴി സെറ്റ് ആകുവാണെങ്കിൽ ഒന്ന് അറിയിച്ചേക്കണം. ഇതൊന്ന് ട്രൈ ചെയ്യാനാണ്. ഈ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം ഇതൊക്കെ അപൂർവങ്ങളിൽ അപൂർവമാണ്. ഓക്കെ, ഒരുപാട് ചങ്കത്തികളെ മെൻഷൻ ചെയ്ത് പണി കൊടുക്കുന്നത് നമുക്ക് കമൻറ്റ് ബോക്സിൽ കാണാൻ പറ്റും. എന്തായാലും മാമൻ നമ്പർ കറക്റ്റ് പറഞ്ഞ സ്ഥിതിക്ക് ഒരുപാട് ആളുകൾ അതിലേക്ക് വിളിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ നമ്പർ സ്വിച്ച് ഓഫ് ആണ്. നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. കിഴക്കുദിക്കുന്ന സൂര്യനും പടിഞ്ഞാറൊഴുകുന്ന നക്ഷത്രങ്ങളും പോലെ നമ്മൾ ഒരു നാൾ വിഷമിക്കുന്ന സങ്കടത്തിൻ്റെ ലോകം നമ്മൾ ആരും ചേർത്ത് പിടിക്കാനുണ്ടാകുകയില്ല. നമ്മളെ തന്നെ നമ്മൾ കാണുകയുള്ളൂ. അത് മനസ്സിലാക്കി. നമ്മൾ ഒരു നാൾ വിഷമിക്കുന്ന സങ്കടത്തിൻ്റെ ലോകം. എൻ്റെ പൊന്നടാവേ, ഇതിങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. നമ്മൾ ഒരുപാട് കിഡ്നി ടച്ചിങ് ആയിട്ടുള്ള മോട്ടിവേറ്റഡ് വീഡിയോസുകൾ കാണാറുണ്ട്. ഇത് കിഡ്നി ടച്ചിങ് അല്ല ഗൈസ്, ഇത് കിടുകാമണി ടച്ചിങ് ആണ്. പടിഞ്ഞാറൊഴുകുന്ന നക്ഷത്രങ്ങളും പോലെ. ആരും പേടിക്കണ്ട, ഒന്ന് ഉറങ്ങാൻ തീരാവുന്ന പ്രശ്നമുള്ളൂ. നമ്മൾ ആരും ചേർത്ത് പിടിക്കാനുണ്ടാകുകയില്ല. കാന്താരി പിണങ്ങി പോയിന്ന് തോന്നുന്നു, അതിനാണ്. എന്തായാലും അണ്ണാ കീപ് ഗോയിങ്. ഇവിടെ ഒന്നും നിർത്തരുത്. ഒരു നാൾ അണ്ണനെ ഈ ലോകം അംഗീകരിക്കും. അന്ന് ലോകം അവസാനിക്കും ചെയ്യും. നമുക്ക് നെക്സ്റ്റ് കാണാം. സെക്യൂരിറ്റി മാമന്മാരെ കൊണ്ട് സെക്യൂരിറ്റി മാമന്മാര് വിളയാടുകയാണല്ലോ ഗൈസ് ഇൻസ്റ്റഗ്രാമിൽ. വേറെ ഉണ്ടോ? 114 പോസ്റ്റോ? എനിക്കിതൊന്നും കണ്ടു തീർക്കാനുള്ള ത്രാണി ഇല്ല ഗൈസ്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ കോൺഫിഡൻസ്, ഇത്രയും കോൺഫിഡൻസോട് കൂടി ഇതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ എന്റർടൈൻ ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ, അത് തന്നെ ദൈവം തന്ന വലിയൊരു കഴിവാണ്. അത് വെച്ച് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കാണാം. എന്റെ ദൈവമേ, വല്ല പാണ്ടിലോറിയും കണ്ട് വരും റോഡിന്റെ നടുവിൽ. എല്ലാം കൂടെ വന്നടയുന്നത് ഈ കേരളത്തിലാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര സങ്കടം ഗൈസ്. റോഡിലെ ടാറ് കടിച്ചു പറിക്കും മുത്തേ, ഒന്നുകൂടെ റൊമാൻറ്റിക് വരും. എന്തായാലും ഒരുപാട് നെഗറ്റീവുകൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ വരുന്നുണ്ട്. എന്നിട്ടും റീൽസ് ഇടാൻ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ, അതിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. എന്നാലേ നമുക്ക് അടുത്തത് കാണാൻ പറ്റുള്ളൂ. എന്തായാലും ഇൻസ്റ്റഗ്രാമിന്റെ വാല്യൂ ഇപ്പോഴാണ് ഗൈസ് മനസ്സിലായത്. നമ്മൾ സാഡ് അടിച്ച് ഡിപ്രഷൻ അടിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാം എടുക്കുക, അതിൻ്റെ റീൽസിൻ്റെ ഓപ്ഷൻ എടുക്കുക, ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക. എന്ത് കാരണം വെച്ചാണോ നമ്മൾ ഡിപ്രഷൻ ആയത്, സാഡ് ആയത്, അത് പിന്നെ നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല. റിയലി ഇൻസ്റ്റഗ്രാം ഇപ്പം ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ്. ഇതൊക്കെ കണ്ടാൽ എങ്ങനെ ചിരിക്കാതിരിക്കുക? നിങ്ങളൊന്ന് പറഞ്ഞേ, എങ്ങനെ ചിരിക്കാതിരിക്കും? നമുക്ക് നെക്സ്റ്റ് കാണാം. അതുകൊണ്ട് വേറെ തെങ്ങിന്റെ മുകളിൽ നേരിടേണ്ടി വന്നേക്കാവുന്ന ഏറ്റവും എക്സ്ട്രീം സിറ്റുവേഷൻ ഇന്ന് താഴോട്ട് ചിന്തിച്ചാൽ പിന്നെ എല്ലാത്തിനും ഒരു കൂൾ മൂഡ്. ഈ എക്സ്ട്രീം സിറ്റുവേഷൻ താഴേക്ക് ചിന്തിക്കുന്നതിന് പകരം താഴേക്ക് ചാടിക്കഴിഞ്ഞാലേ നല്ല കൂള് മൂടല്ല, നല്ല കൂളായിട്ട് ചില്ലും കൂട്ടി കിടക്കാം. ആത്മഹത്യ ചെയ്യാൻ നോക്കാൻ മാത്രം എന്താ മോനെ നിനക്കുണ്ടായേ? ഒന്നും ഉണ്ടാവില്ല. എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണുന്നത്. എല്ലാം കണ്ട് എൻജോയ് ചെയ്യാൻ നമ്മളെപ്പോലെ കുറേ പേരുണ്ട്. കറക്റ്റ്, എല്ലാം കണ്ട് എൻജോയ് ചെയ്യാൻ നമുക്ക് ഇവർ കാണിക്കട്ടെ. എന്തായാലും ഇതിലുള്ള ഡേഞ്ചർ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് കാണിച്ചു തരാതിരിക്കുക. തെങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ഡേഞ്ചർ തന്നെയാണ്. എന്തായാലും ഈ 2023 നമുക്കിതല്ല, ഇതൊക്കെ മേലെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് കാണാം. എൻ്റെ ഉമ്മാക്കൊരു മരുമോൾ വേണം, എൻ്റെ താക്കൊരു നാത്തൂൻ വേണം, എനിക്ക് നല്ലൊരു ഭാര്യയും വേണം, ആരാരോ. ഫേസ്ബുക്കില്ലാത്ത മോള് വേണം, വാട്സപ്പ് അറിയാത്ത പൈങ്കിളി വേണം, സ്നേഹിച്ച് കൊല്ലാൻ അവളും വേണം, ആരാരോ. ഇതൊന്നും ഇല്ലാത്തൊരു പൈങ്കിളിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെയധികം കഷ്ടപ്പാടായിരിക്കും. കാരണം വാട്സപ്പ് ഇല്ലാത്ത പൈങ്കിളി എങ്ങനെ ഈ ഇൻസ്റ്റഗ്രാമിൽ കയറി ഈ റീല് കാണുന്നേ? എന്തായാലും പ്രേമിച്ച് കൊല്ലാൻ താല്പര്യമുള്ള ഗേൾസിന് മുൻഗണനയുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ DM ചെയ്യുക.
ID ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ നിൽക്കണ മരത്തിന്റെ മുകളിലാണ്. ആണോ? മരത്തിൻ്റെ മുകളിലാണോ? ഇന്നും മരത്തിൻ്റെ മുകളിലാണോ? എഹർമാടം സെറ്റാക്കി അവിടെ തന്നെ ആണോ ഇരിപ്പ്? ഇറങ്ങുന്നൊന്നും ഇല്ലേ? കുറേ ആയല്ലോ മരത്തിൻ്റെ മുകളിൽ. ഇവിടെ ഫുള്ള് വനമാണ്. വനമാണോ? ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ എന്നുള്ള ഡയലോഗ് ഓർമ്മ വന്നു. ഓക്കെ, ബാക്കി മരത്തിന്റെ മുകളിൽ വീഡിയോ എടുക്കുകയാണ്. അയ്യോ, ഒരു പാട്ട് വേണം. അത് വേണോ? സുന്ദരി പെണ്ണേ ഓ കണ്ടോടി പെണ്ണേ. എന്തായാലും അണ്ണൻ്റെ താഴെ ഇറങ്ങിയിട്ടുള്ള വീഡിയോ വരാൻ ചാൻസ് വളരെ കുറവാണ്. കണ്ടത് മുഴുവൻ മരത്തിൻ്റെ മുകളിലാണ്, അതാ പറഞ്ഞത്. എന്തെങ്കിലും ഇറങ്ങുമായിരിക്കാം, നമുക്ക് കാത്തിരിക്കാം. നെക്സ്റ്റ് ജാൻസി മോളെ, നീ ഗൾഫിൽ നിന്ന് വന്നപ്പോ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലേ? പിന്നെ ആ മണ്ട ക്ലീറ്റസും എല്ലാം നിങ്ങളെല്ലാം പറയുകയും ചെയ്താ. എന്നാലും നീ അടിപൊളി തന്നെ. അയ്യോ, ഗൾഫിലൊക്കെ ഇല്ലേ നല്ല രസമായിരുന്നു അവിടെ. കുറച്ച് ഒരു വർഷം കൊണ്ട് ഞാൻ അവിടെ ഇല്ലേ ലോറൻസ് ചേട്ടാ. ലോറൻസ് ചേട്ടന് സുഖമാണ്, സുന്ദരനായിട്ടുണ്ട്. ലോറൻസ് ചേട്ടൻ സുന്ദരനായിട്ടുണ്ട്. ജാൻസി കുട്ടി, ഐ ലവ് യു. ലോറൻസ് അണ്ണ, എന്റെ ഒരു സ്റ്റെപ്പ് നോക്ക് ലോറൻസ് അണ്ണ. പിന്നെ ലോറൻസ് അണ്ണ, ഞാൻ ഒരു പുതിയ ന്യൂ കിംബോയി കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ സ്റ്റൈലിലുള്ള കിംബോയിയാണ് അണ്ണാ. നമുക്കത് പ്രയോജനപ്പെടും കേട്ടാ. നല്ല കിംബോയി. ഓക്കെ ജാൻസി മോളെ, കൊള്ളാം. ഈ കൊണ്ടുവന്നത് സൂപ്പർ. കേരളം കണ്ട ഏറ്റവും മികച്ച റൊമാൻസ് വെയിറ്റിംഗ് ഫോർ പാർട്ട് 61. ലോറൻസ് ജാൻസി പാർട്ട് 60. ജാൻസി മോളെ 60യോ? ഇത് കുറെ ഉണ്ടോ? അപ്പോൾ ഓണമാ ജാൻസി നീ ശല്യപ്പെടുത്തുവല്ലേ? ലോറൻസേ ഇങ്ങോട്ട് വേടാ. അടി കൊണ്ട് നീ ചിരിക്കുന്നല്ലടാ സോളമാ. നിന്നെ ഞാൻ സോളമ്മ, എന്റെ ഈ പഞ്ചർ ഇടി നീ കണ്ടോ? ലോറൻസ് ആൻഡ് സോളമൻ പാർട്ട് 70 അടിപൊളി സീൻ. മൂക്കാമണ്ട അടിച്ച് പൊളിച്ച സ്ഥിതിക്ക് പാർട്ട് 71 വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എന്തായാലും ഗൈസ്, ഇൻസ്റ്റഗ്രാം ഏകദേശം ഇപ്പം ഫേസ്ബുക്ക് അമ്മാവന്മാരുടെ മാട്രിമോണിയായി മാറിയിട്ടുണ്ട്. നമ്മൾ 2-3 കല്യാണാലോചനകൾ കണ്ടായിരുന്നു. ഇതല്ല, ഇതൊക്കെ മേലെ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് സർക്കാർ ജോലിയുണ്ട്, എനിക്കൊരു പെണ്ണിനെ വേണം എന്നുള്ള സാധനമൊക്കെ നമ്മൾ ആദ്യം കണ്ടതായിരുന്നു. എന്തായാലും നമുക്കെല്ലാവർക്കും എൻ്റർടൈൻമെൻ്റ് ആണ് വേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോയും കണ്ടത്. എന്തായാലും ഇതുപോലുള്ള വീഡിയോസുകൾ വരട്ടെ. ഇൻസ്റ്റാഗ്രാം അങ്ങോട്ട് കളറാവട്ടെ, വേറെ ലെവലാവട്ടെ. നമുക്കെന്തായാലും പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ബൈ.